ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലൈറ്റർ എങ്ങനെ റിപ്പയർ ചെയ്യാനാണ്. അപ്പോൾ ഈ കേടായ ലൈറ്റർ എങ്ങനെ റിപ്പയർ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് ഊരുമ്പോഴേ നമ്മൾ നോക്കാനുള്ളൊരു കുറച്ച് കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ, ഇത് സാവധാനം പയ്യെ ഊരിയാൽ മാത്രമേ, അല്ലെങ്കിൽ ഇതെല്ലാം നാല് വഴിക്ക് പോകും. ഇതിൻ്റെ എല്ലാം കട്ടി കുറഞ്ഞ പ്ലാസ്റ്റിക്കും കട്ടി കുറഞ്ഞ ഇരുമ്പൊക്കെ വെച്ച് ചെയ്ത പാട്ടയൊക്കെ വെച്ച് ചെയ്താണ്. അതുകൊണ്ട് വളരെയധികം നമ്മൾ സാവധാനം ശ്രദ്ധയോടുകൂടി വേണം നമുക്കിത് ഊരിയെടുക്കണം. ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ഈ പണിക്ക് പോലും കാര്യം. പിന്നെ ഇത് നമ്മൾ പയ്യെ സാവധാനം നമ്മൾ പയ്യെ ഊരി എടുക്കുക. സ്റ്റീലിൻ്റെ അതിൻ്റെ തീർത്ത് കടുപ്പം കുറഞ്ഞ സാധനമാണ്. ഇതതിൻ്റെ സ്വിച്ചാണ്. ഇതതിൻ്റെ നമ്മുടെ ഗ്യാസ് ഇതിൻ്റെ അകത്തുനിന്ന്, ലാമ്പിൻ്റെ അകത്തുനിന്ന് ഗ്യാസ് വെളിയിലേക്ക് വരാനുള്ള ഇത് നല്ല കൃത്യമായിട്ടാണ് ഗ്യാസിന് പല സ്പ്രിങ്ങിലേക്ക് കറക്റ്റ് സ്പാർക്കിങ് വരാതിരിക്കുമ്പോഴൊക്കെയാണ് ഇത് തെളിയാതെ കത്താതെ വരുന്നത്. അപ്പോൾ അത് നല്ല കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. കൃത്യമായി തന്നെ വയ്ക്കുക. എന്നിട്ട് വേണം നമ്മൾ ഗ്യാസിൻ്റെ സ്വിച്ച് കയറ്റി ഇടുക. അത് പ്രസ് ചെയ്യുമ്പോഴാണ് ഗ്യാസ് മുകളിലേക്ക് വരും. ഇത് താട്ട് പ്രസ് ആകുമ്പോഴത്തേക്കും ഗ്യാസ് മുകളിലേക്ക് വരും. എന്നിട്ട് അന്നത്തേക്കും സ്പാർക്ക് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ലൈറ്റ് കത്ത് തുടങ്ങിയത്. അപ്പം ഇത് കൃത്യമായി തന്നെ അത് അതിൻ്റെ അവിടെ ചെറിയ ലോക്കുണ്ട്. ലോക്കിൻ്റെ അകത്തോട്ട് കയറ്റി ആ സ്വിച്ചിൻ്റെ ആ ബട്ടൺ കൂടെ കയറ്റി വയ്ക്കും. വളരെ ക്ഷമയോടുകൂടി സാവധാനം ചെയ്താൽ മാത്രമേ ഇത് ആവുള്ളൂ, അല്ലെങ്കിൽ എല്ലാം നാല് വയ്ക്കൂ. സ്റ്റീലും കൂടെ കയറ്റി വയ്ക്കും. അപ്പോൾ ശരിക്കും ഇത്രയും പരിപാടിയുള്ളൂ നമ്മുടെ ഗ്യാസ് ലൈറ്റർ ശരിയാക്കണമെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും.